ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഗ്രേവി ആട്ടോ. ഇത് സാധാരണ തയ്യാറാക്കുന്നത് പോലെയല്ല, നല്ല ഗ്രേവി അല്ല, എന്നാൽ ഡ്രൈ ആയിട്ടുമല്ല, ഒരു ഡ്രൈ ഗ്രേവി എന്ന് പറയാം, ആ ഒരു ടൈപ്പിലാട്ടോ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 5 തക്കാളി, 2 വലിയ ഉള്ളി, കുറച്ച് പുതിനയില, മല്ലിയില, കറിവേപ്പില കേട്ടോ. ഇതെല്ലാം നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അതിനുശേഷം ഞാൻ ആ ചിക്കനിലേക്ക് 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 സ്പൂണ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നില്ല, 2 സ്പൂൺ ഉപ്പ്, ഒരു 1/2 സ്പൂണ് ഗരം മസാല, അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുമ്പോൾ അതിൽ ഞാൻ കുറച്ച് പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/2 സ്പൂൺ ഉലുവ എടുത്തിട്ട് ചട്ടി നല്ലപോലെ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. അത് പൊട്ടിയതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളിയില്ലേ, അതുകൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഒരു ഹാഫ് കുക്കാവുന്ന സമയത്ത് 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിയില, പുതിനയില, കറിവേപ്പില, അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന പരുവം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അടുപ്പായതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. 1 സ്പൂണ് മുളക് പൊടി കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയില്ലേ, അതുകൂടെ ഒന്ന് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് അടുക്കി പിടിക്കും, അതുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ചൂടാകുമ്പോൾ സമയത്ത് കുറച്ചുകൂടെ എണ്ണ ആവശ്യമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, കാരണം അടുപ്പിലായതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂണ് കുരുമുളക് കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കുക. അതിനുശേഷം മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ, അതുകൂടെ ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മസാലയും ചിക്കനും എല്ലാം കൂടെ മിക്സാകുന്നതുവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഇളക്കണം. ചിക്കൻ പീസസിൽ എല്ലാ ഭാഗത്തും മസാല നല്ലപോലെ പിടിക്കണം കേട്ടോ. ഇത് അധികം ഗ്രേവി ഇല്ല, എന്നാൽ ഡ്രൈയും അല്ല, അങ്ങനത്തെ ഒരു ചിക്കൻ ഗ്രേവിയാണ്. നല്ല ടേസ്റ്റായിട്ട് അതുപോലെ തയ്യാറാക്കിയാൽ അടുപ്പിൽ കൂടെ ആകുമ്പോൾ പ്രത്യേക രുചിയായിരിക്കും. മൺചട്ടിയിൽ കൂടെ ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഈ ചിക്കൻ കറിക്ക് ഉണ്ടാവുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കാം കേട്ടോ. നല്ലപോലെ തിളച്ചിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഒന്നുകൂടെ നല്ലപോലെ ഇളക്കിയിട്ട് അതിലേക്ക് ഒരു 2 സ്പൂണ് തൈര് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഒന്നുകൂടെ ഇളക്കുക കേട്ടോ. എന്നിട്ട് 1 സ്പൂണ് നെയ്യ് അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സാക്കി എടുക്കണം. ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ പീസസൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും, പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ചിക്കൻ ഗ്രേവിക്ക് ഉണ്ടാകുക. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 സ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് കുറച്ച് മല്ലിയില, കറിവേപ്പില, പുതിന അതുകൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സാക്കണം കേട്ടോ. ഈ സമയത്ത് അടുപ്പിലെ തീയെല്ലാം മാറ്റിയിട്ട് ആ ഒരു കനലില്ലേ, അതിലാട്ടത് വേകുന്നത്. അങ്ങനെ ആകുമ്പോൾ നല്ലപോലെ മസാല പിടിച്ചിട്ട് നമ്മുടെ ഗ്രേവി ഇതുപോലെ കുറുകി വരും. ഇതുപോലെയുള്ളൊരു പൗരവമായിട്ടോ നമുക്ക് വേണ്ടത്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രൈ ചിക്കൻ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതാണ്ടോ, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, പക്ഷേ ആ ഗ്രേവിയിൽ നിന്നെല്ലാം എണ്ണ ഇറങ്ങി വന്നിട്ട് നമ്മുടെ നെയ്യിൻ്റെയും എല്ലാം കൂടെ എണ്ണ ആയപ്പോൾ നല്ലൊരു കുറുകിയ നല്ല ടേസ്റ്റി ചിക്കൻ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ഇത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനായിരിക്കും. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് അധികം എരിവൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഗ്രേവിയാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണേ. ഞാനിതെല്ലാം സെർവ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ കുക്കറിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതുപോലെ ചിക്കൻ വേവിച്ചതിന് ശേഷം 1 വിസിലിട്ടിട്ട് ഇതുപോലെ തന്നെ താളിച്ചിട്ട് റെഡിയാക്കാവുന്ന കേട്ടോ.